ഹലോ ഗായ്സ്, ഞാൻ ആര്യ ശങ്കർ. AS മീഡിയ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ എത്തിക്കുന്നത് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BComന്റെ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 6th സെമസ്റ്ററിൻ്റെ 6ാം സെമസ്റ്ററിൻ്റെ സിലബസുകളാണ്. ഏതൊക്കെ സിലബസുകൾ, ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾ പഠിക്കണം, ആ കോഴ്സുകളിലെ ഓരോ സിലബസുകൾ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഏതൊക്കെ ബുക്കുകളാണ് ഈ ഓരോ കോഴ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഓർക്കുക, 6ാം സെമസ്റ്റർ 6th സെമസ്റ്ററിൻ്റെ സിലബസുകളാണ് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BComന്റെ സിലബസുകളാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സെമസ്റ്റർ 6ൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഒരു കോർ കോഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. മറ്റൊരു കോർ കോഴ്സ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, അതുപോലെ മറ്റൊരു കോർ കോഴ്സ് ആയിട്ടുള്ള അപ്ലൈഡ് കോസ്റ്റിംഗ്, ആൻഡ് ദെൻ കോർ കോഴ്സ് ആയിട്ടുള്ള ഓഡിറ്റിംഗ്, ആൻഡ് ആൾസോ ഒരു ഓപ്പൺ കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഒരു പ്രോജക്റ്റും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കോളേജുകളിൽ നിന്നും നിങ്ങളിലേക്ക് അവർ എത്തിക്കുന്നതായിരിക്കും. അതെങ്ങനെ ആയിരിക്കണം, ഏത് പ്രോജക്റ്റ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം കോളേജിൽ നിന്നും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ നമുക്ക് 6th സെമസ്റ്ററിലുള്ള മറ്റുള്ള സബ്ജക്ട്സിൻ്റെ സിലബസുകൾ നോക്കാം. സോ ഫസ്റ്റ് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൽ മൊഡ്യൂൾ 1 കമ്പനി ക്രിയേഷൻ ആൻഡ് സെറ്റപ്പ് ഓഫ് അക്കൗണ്ട് ഇൻ ടാലി, അതിൽ ബ്രാക്കറ്റിൽ നൽകണം 8.1 ഓർ ഹയർ വെർഷൻ. സ്റ്റാർട്ടപ്പ് ടാലി, അതിൽ ക്വിറ്റിംഗ് ടാലി, ക്രിയേഷൻ ഓഫ് എ കമ്പനി, ഓൾട്രേഷൻ, ഡിലീറ്റിംഗ് ആൻഡ് ഷട്ട് എ കമ്പനി, കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്, പ്രീ ഡിഫൈൻഡ് അക്കൗണ്ട് ഗ്രൂപ്പ്സ്, ഡിസ്പ്ലേ ഓർ ഓൾട്ടർ ഗ്രൂപ്പ്സ്, ക്രിയേറ്റിംഗ് ലെഡ്ജർ അക്കൗണ്ട്, predefined ledger account, creation, display, alter and deleting ledger account, inventory, items, groups, units, creating a single stock group, creating a multiple stock group, stock item. Module 2 accounting voucher and its advanced usage, vouchers in the heading നൽകുക. അതിൽ type of vouchers used in tally, creation of voucher type, type of accounting vouchers, accounting features, mailing bill wise details, cost center and cost category, interest calculation, reversing journals and optimal voucher, memorandum voucher, inventory voucher, delivery not, physical stock voucher, purchase order, sales order, receipt not, rejection in, rejection out, stock journal, stock category, bill wise details, multiple godowns, difference and actual bill quantity, working with payroll info menu, payroll configuration and pay head creation, payroll vouchers, payroll reports. Module 3 book of account and its advantage used in the heading നൽകുക. അതിൽ ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ജേണൽ രജിസ്റ്റർ, ലെഡ്ജർ, പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ, സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ് സമ്മറി, മൂവ്മെന്റ് അനാലിസിസ്, സെയിൽസ് ഓർഡർ, പർച്ചേസ് ഓർഡർ, ലൊക്കേഷൻ വൈസ് സ്റ്റോക്ക് റിപ്പോർട്ട്, സ്റ്റോക്ക് ക്വയറി, branch accounting, flexible invoicing, discount in invoicing, price list, bank reconciliation, manufacturing account. Module 4 financial management എന്ന ഹെഡിങ് നൽകുക. TDS, generation and reconciliation of TDS challans, filling TDS return, calculation of VAT in tally, fund flow, receivable turnover, budgeting and control, variance analysis, ratio analysis, calculating key financial ratios. Then module 5 report generation and printing, display of trial balance എന്ന് നിങ്ങൾ ഹെഡിങ് നൽകുക. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, കോൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്, കമ്പനീസ്, ബ്രാഞ്ചസ്, പ്രിന്റിംഗ് ഓപ്ഷൻ, ക്വിക്ക് ഫോർമാറ്റ്, പ്രിന്റിംഗ് റിപ്പോർട്ട്സ്, പ്രിന്റിംഗ് ഓഫ് പ്രൈമറി ബുക്സ്, പ്രിന്റിംഗ് ഓഫ് രജിസ്റ്റേഴ്സ്, പ്രിന്റിംഗ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്മെന്റ്, പ്രിന്റിംഗ് ഓഫ് ഇൻവെന്ററി ബുക്സ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ അക്കൗണ്ടന്റ്, ടാലി, വികാസ് പബ്ലിഷിംഗ് ഹൗസ്, ന്യൂഡൽഹി. അതുപോലെ തന്നെ ടാലി അക്കാഡമി, ടാലി മാനുവൽ എന്ന ബുക്കും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. ദെൻ മറ്റൊരു കോർ കോഴ്സ് ആയിട്ടുള്ള മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ എന്ന ഹെഡിങ് നൽകുക. മീനിങ്, ഡെഫിനേഷൻ, ഒബ്ജക്റ്റീവ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് വേഴ്സസ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, installation of management accounting, step involved, role of management accounting in decision making, tools and techniques of management accounting, advantage and limitation.
Then module 2 ആണ് analysis and interpretation of financial statement, presentation of financial statement, vertical and horizontal parties interested in financial statement, tools and technique of financial statement analysis, preparation of comparative financial statement, common sign financial statement, trend analysis, ratio analysis, classification of ratios, liquidity, solvency, efficiency, profitability, computation of ratio and interpretation, preparation of balance sheet using ratio. Module 3 fund flow analysis and cash flow analysis, fund flow statement, meaning, objective, use of fund flow statement, difference between fund flow statement and balance sheet, difference between fund flow statement and income statement, preparation of fund flow statement, cash flow statement as per accounting standard 3, meaning, objective and uses, difference between cash flow statement and fund flow statement, preparation of cash flow statement. Module 4 budgeting എന്ന ഹെഡിങ് നൽകുക. അതിൽ മീനിങ്, ഡെഫിനിഷൻ, യൂസ്, ഫങ്ഷണൽ ബഡ്ജറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് മാസ്റ്റർ ബഡ്ജറ്റ്. മൊഡ്യൂൾ 5 റിപ്പോർട്ടിംഗ് ടു മാനേജ്മെന്റ് ആണ്. ഇൻട്രൊഡക്ഷൻ, എസെൻഷ്യൽ ഓഫ് എ ഗുഡ് റിപ്പോർട്ട്, മെത്തേഡ്സ് ആൻഡ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ്. ദെൻ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്ക് മാൻമോഹൻ ഗോയൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതുപോലെ ശാശി കെ ഗുപ്ത, ശർമ്മ ആർ കെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ദെൻ അടുത്ത കോർ കോഴ്സ് ആയിട്ടുള്ള അപ്ലൈഡ് കോസ്റ്റിംഗിന്റെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 1 സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ് ഹെഡിങ്. അതിൽ ജോബ് കോസ്റ്റിംഗ്, മീനിങ്, പ്രൊസീജിയർ അക്കൗണ്ടിങ്, ബാച്ച് കോസ്റ്റിംഗ്, മീനിങ്, പ്രൊസീജിയർ എക്കണോമിക്, ബാച്ച് ക്വാണ്ടിറ്റി, കോൺട്രാക്ട് കോസ്റ്റ്, മീനിങ്, ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കോൺട്രാക്ട്, incomplete contract, work certified and uncertified work in progress account, clause plus contract. Module 2 process costing, process account, process losses, abnormal gain and their treatment, joint product and by product, method of apportioning, joint cost equivalent production unit. Module 3 service costing, meaning, future composite cost unit, service costing applied on transport, hospital, powerhouse, candy. Module 4 marginal costing ആണ്. Meaning, difference between marginal costing and absorption costing, break even analysis, cost volume profit analysis, decision making, key factor, make or buy, product sale mix, pricing decision, capacity determination. Module 5 standard costing ആണ്. Meaning, concept, standard cost, estimates cost, historical costing versus standard costing, component of standard cost, variance analysis, material variance and only, quantity, price, cost, mix and yield. Then proportion of theory to problem 13:17. Input taken in this course CO 1642 takes its input for the course CO 1442 in 5th semester. Output given this course CO 1642 give its output to the course and PG level course according for managerial decision making. So ഈ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്ക് മഹേശ്വരി SN കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, സുൽത്താൻ ചന്ദൻ സൺസ്, ന്യൂഡൽഹി. ദെൻ മറ്റൊരു കോർ കോഴ്സ് ആയിട്ടുള്ള ഓഡിറ്റിംഗിന്റെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ, മീനിങ്, ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ്, ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ്, അക്കൗണ്ട് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്, കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റർ, ഇൻഡിപെൻഡൻസ്, audit evidence, concept of materiality, concept of true and fair view, types of audit, statutory audit, internal audit, continuous audit, final audit cost, audit management, audit tax audit, government audit, performance audit, social audit. Module 2 audit process, documentation, internal check എന്ന ഹെഡിങ് നൽകുക. അതിൽ preparation before audit, audit program, audit process, audit notebook, audit working paper, audit file, internal control, internal check, duties of an auditor in the connection with internal check as regard cash transaction, purchase, sales, wages and stores. Module 3 vouching and verification. അതിൽ vouching, meaning and importance, requirements of a voucher, verification, meaning, difference between vouching and verification, general principle for verifying asset, valuation of asset, difference between verification and valuation, verification of liabilities, general consideration while verifying liabilities. Module 4 audit of limited companies and liabilities of an auditor, qualification and disqualification of an auditor, appointments of auditor, ceiling on number of audit, auditor remuneration, removal of auditor, powers and duties of an auditor, audit report, liabilities of an auditor. Module 5 investigation. അതിൽ meaning and definition of investigation, distinction between investigation and auditing, type of investigation, investigation on accusing of running business, investigation when fraud is suspected.
ദെൻ നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സ് പഠിക്കാനുള്ളതിൽ 6 സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പൺ കോഴ്സിൽ ഒന്ന് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡ് ആണ്. മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ഫോറിൻ ട്രേഡ്, ബേസിസ് ഓഫ് ഫോറിൻ ട്രേഡ്, ടേംസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഫോറിൻ ട്രേഡ്, ഇന്ത്യ ഫോറിൻ ട്രേഡ് ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്. മൊഡ്യൂൾ 2 ഇന്റർനാഷണൽ സോഷ്യോ എക്കണോമിക് എൻവയോൺമെന്റ് ആൻഡ് സിസ്റ്റം, റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്, GATT, UNCTAD and WTO, bilateralism versus multilateralism, commodity agreements and commodity market. Module 3 India's foreign trade ആണ്, role of state trading in India foreign trade, export oriented unit, export of project and consulting service, free trade zones in India, foreign collaboration and joint ventures abroad, export import financing institution. Module 4 export and import procedure, central excise clearance, custom clearance, role of clearing and forwarding agent, shipment of export, cargo export, credit guarantee and policies, forward exchange, cover finance for export on deferred payment terms, duty backwards. Module 5 identification of global markets ആണ്, source of information, marketing strategy, agency promoting and support foreign trade. Then മറ്റൊരു ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ്റെ സിലബസ് നോക്കാം. Module 1 Introduction to Advertising, Definition, Aim, Features, Important, Function, Advantage, Objective against Advertising, Advertising and Advertisement, Advertising and Publicity. Module 2 Kinds of Advertising and Product, Institutional, Informative, Perceived, Reminder, Primary Demand, Selective, Comparative, Shortage, Cooperative, Commercial, Non-Commercial, Direct Action Advertising Media, Selection of Advertising Media, Classification of Advertising Indoor, Outdoor, Direct, Promotional. Module 3 Advertising Strategy, Meaning and Definition, Objective of Advertising Strategy, Major Advertising Strategy, Creating Advertising Message and Selecting Advertising Media. Module 4 Sales Promotion, Meaning, Importance, Objective, Advantage, Limitation, Forms of Promotion, Advertising and Sale Promotion. Module 5 Technique for Sale Promotion, Sales Promotion at consumer level, Sales Promotion at dealer level, Promotion at sales force level. സോ ഇവ ഇത്രയുമാണ് നിങ്ങൾക്ക് സെമസ്റ്റർ 6 പഠിക്കാനുള്ള കോഴ്സുകളും അതിൻ്റെ സിലബസുകളും എന്ന് പറയുന്നത്. ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.